ഇപ്പോൾ കാളി നദിയിൽ ട്രക്ക് ഉയർത്തുകയാണ്. AK അഭിലാഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. അഭിലാഷ്, ട്രക്ക് ഉയർത്താനുള്ള ശ്രമം അത് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ആര്യ, ഈ ട്രക്ക് ഉയർത്താനുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നദിയുടെ മുകൾ ഭാഗത്തേക്ക് ട്രക്ക് എത്തിച്ചിരിക്കുന്നു. ഏതാണ്ട് ഒരു 100 മീറ്റർ അകലെ നിന്നാണ് ഇന്ന് 11 മണിയോട് കൂടി തുടങ്ങിയ ദൗത്യം ഇപ്പോൾ ഈ പുഴയുടെ തീരത്തേക്ക് എത്തിച്ചിരിക്കുന്നു. നമുക്ക് ട്രക്കിൻ്റെ ഭാഗങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ ഈ ട്രക്കിനെ പൂർണ്ണമായി തന്നെ മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ട്രക്ക് ഉയർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സംഘവും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുണ്ട്, NDRFൻ്റെ ആളുകളുണ്ട്. ട്രക്ക് ഉയർത്തുന്നതിന് നിരവധി പ്രതിസന്ധികൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരെ ഉണ്ടായിരുന്നു. കാരണം പുഴയുടെ മധ്യഭാഗത്തുള്ള പാറക്കെട്ടുകൾ ഒരു തവണ 3 തവണയോളം ഈ കേബിളുകൾ പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ കേബിളുകളൊക്കെ വീണ്ടും മുറുക്കിയതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പുഴയുടെ തീരത്തേക്ക് ഈ ട്രക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 1/2 മീറ്ററോളം ഉയരത്തിലാണ് ഇപ്പോൾ ട്രക്ക് ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും കേബിൾ ചില പ്രശ്നങ്ങൾ കാണുന്നു, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാണുന്നു. ക്രെയിനിൽ ഇത് ഉയർത്താൻ കഴിയാത്തൊരു വിഷയമുണ്ട്. ഒരുപക്ഷെ ഇതിൽ വലിയ തരത്തിലുള്ള ഭാരമുള്ളത് കൊണ്ട് തന്നെ ഉയർത്താൻ കഴിയാത്തത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാവുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2 മീറ്റർ മാത്രം അകലെയാണ് പുഴയോരത്ത് നിന്ന് 2 മീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ട്രക്കുള്ളത്. ഈ ട്രക്കിനെ ഉയർത്താനുള്ള പരിശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ 2 മണിയോടെയാണ് ഈ ട്രക്ക് ഈ പുഴയിൽ വീണത്. ഈ പാലം തകർന്നുകൊണ്ടാണ്, ഈ കൊടി ബാഗിലെ പാലം തകർന്നുകൊണ്ടാണ് ഈ ട്രക്ക് താഴോട്ട് വീഴുകയും ചെയ്തത്. ഏതാണ്ട് 7 ദിവസത്തോളമായി ഈ ട്രക്ക് ഈ പുഴയുടെ അടിഭാഗത്തായിരുന്നു. എന്നാൽ ഇന്ന് മാത്രമാണ് ഈ ട്രക്കിനെ പുറത്തെത്തിക്കാനുള്ള നീക്കം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്ന് 11 മണിയോടെ തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരാൾ കൂടി, ഒരു മത്സ്യത്തൊഴിലാളി കൂടി ഈ ട്രക്കിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ മുങ്ങി പരിശോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടോ എന്നതാണ്. കാരണം ഈ ഭാഗത്തൊക്കെ പാറക്കെട്ടുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതാണോ ഈ ട്രക്ക് ഇപ്പോഴും എന്നുള്ള കാര്യത്തിലുള്ള സംശയമുണ്ട്. അതൊന്നുകൂടി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാകും ഈ ട്രക്ക് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരാൾ ട്രക്കിൻ്റെ ഭാഗങ്ങൾ പരിശോധിച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ക്രെയിനുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്ററാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ ഭാഗത്ത് ഇപ്പോൾ ഏതാണ്ട് 4 മീറ്ററോളം ഉയരത്തിൽ വെള്ളമുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ കുത്തനെയായി നിൽക്കുന്ന ഈ ട്രക്ക് കാണുന്നത്. ആ ട്രക്കിനെ ഉയർത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു വള്ളത്തിൽ വന്ന ആളുകൾ കൂടി അതിൻ്റെ അടുത്തേക്ക് പോവുകയും അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ആര്യ, അഭിലാഷ്, ട്രക്ക് ഉയർത്താനുള്ള അവസാന വട്ട ശ്രമമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പോലും ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്താണ്? ഈ പുഴയ്ക്കടിയിലുള്ള ഈ പാറക്കല്ലുകൾ മാത്രമാണോ? ഈ നദിയുടെ ആഴം ഇതൊരു വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. എന്താണ് സംഘം അവിടെ നിന്ന് പറയുന്നത്? പുഴയുടെ മധ്യഭാഗത്ത് വലിയ ആഴമുണ്ട്. ആ ഭാഗത്താണ് ഈ ട്രക്ക് താഴ്ന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തുയർത്തുന്നതിന് വലിയ തരത്തിൽ പ്രതിസന്ധികളുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പാലം തകർന്നപ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന കേബിളുകൾ ചുറ്റി വരിഞ്ഞ് നിൽക്കുന്ന നിലയിലായിരുന്നു ട്രക്ക് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പാളികളും ഈ ട്രക്കിന് മുകളിലേക്ക് വീഴുകയും ചെയ്തു. ഇതൊക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു. ഇതൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ട്രക്ക് നീക്കി കൊണ്ടുവരുന്നത്. അതിനിടയിൽ തന്നെ മധ്യഭാഗത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും ഈ പാറക്കെട്ടുകൾ കുടുങ്ങി ഇത് 2-3 തവണ ഈ കേബിൾ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇതിൻ്റെ തീരത്തേക്ക് എത്തിച്ചപ്പോൾ പോലും വീണ്ടും പ്രതിസന്ധികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈശ്വർ മാൽപ്പ ട്രക്കിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ അവസാനവട്ട തെരച്ചിൽ, ഒരു പരിശോധന കൂടി നടത്തുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം? പ്രത്യേകിച്ചും അവിടെ ഈ പാറക്കെട്ടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. അവിടെ മുങ്ങി പരിശോധിച്ച് ഇനി എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ, പ്രതിബന്ധങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് നീക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് ട്രക്കിനെ നീക്കിക്കൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. നേരത്തെയും ആ രീതിയിൽ തന്നെയുള്ള പരിശ്രമങ്ങളായിരുന്നു നടന്നത്. 2 വട്ടം ഇപ്പോൾ വലിയ ക്രെയിൻ ഉപയോഗിച്ചുള്ള ഈ ഉയർത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും 2-ാം വട്ടവും ഇത് പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്കാണുള്ളത്. ഏതാണ്ട് ഇനി മാൽപ്പെ അവിടെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലുള്ള ഈ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. ഏതാണ്ട് അവിടെ പുഴയുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള ആഴ്ചയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചളി അടക്കം അവിടെ പ്രശ്നമായി നിൽക്കുന്നുണ്ടാകും. ഒരു പക്ഷേ ഈ ട്രക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചളി നിൽക്കുന്നതുകൊണ്ട് തന്നെ ട്രക്കിൻ്റെ ഭാരം വലിയ തരത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഒരു പക്ഷേ കേബിളുകൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, ഈ ക്രെയിനുകൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. ഏതായാലും മാൽപ്പയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ അതിൻ്റെ നദിയുടെ അടിഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനുമുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ട്രക്ക് ഉയർത്തുക തന്നെ ചെയ്യും.
അഭിലാഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ട്രക്കിന്റെ പക്ഷേ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? മണിക്കൂറുകൾ പിന്നിടുന്നു ഈ ദൗത്യം തുടങ്ങിയിട്ട്. തീർച്ചയായിട്ടും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ക്രെയിനുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് അനുബന്ധമായിട്ട് വേണ്ട ആവശ്യമുള്ള 3 ചെറിയ ക്രെയിനുകളും ഇവിടെയുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കരയിലേക്ക് ഈ ട്രക്ക് എത്തിച്ചത്. പല പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ട്രക്ക് ഈ ഭാഗത്തേക്ക് ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. ഇനി ഇത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇതിനെ നിരക്കി കൊണ്ടുവരാൻ ഇനി കഴിയില്ല. ഇതിനെ ഉയർത്തി കരയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത് വലിയ ഭാരമുള്ള ട്രക്കാണ്. 12 ടണ്ണോളം ഭാരമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ട്രക്കിനെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ പുഴയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ്. കാരണം വേരുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കെട്ടുകളിലോ കുടുങ്ങി നിൽക്കുകയാണോ ഈ ട്രക്ക് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതിനൊരു ശ്രമമാണ് മാൽപ്പയും അതോടൊപ്പമുള്ള അദ്ദേഹത്തോടൊപ്പമുള്ള ഡൈവിംഗ് ടീമിലെ മറ്റംഗങ്ങളും ചേർന്ന് അവിടെ അടുത്തുള്ളൊരു പരിശോധന നടത്തുന്നത്. അവിടെ മുങ്ങിയുള്ളൊരു പരിശോധന അവർ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹിറ്റാച്ചി ഒരു ക്രെയിനിനെ കൂടി ഇതിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതുകൂടി ചേർന്നുകൊണ്ടായിരിക്കും ഇനി ട്രക്ക് ഉയർത്താനുള്ള ശ്രമം നടക്കുക. പ്രധാനമായും